പല പേരൻസും എസ്പെഷ്യലി അമ്മമാരാണ് വന്നിട്ട് പറയുന്നത്, ഡോക്ടറെ എനിക്കൊന്നും വീട്ടിൽ പറയാൻ വയ്യ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും അവൻ ഒന്നില്ലേ എന്നെ എന്തെങ്കിലും എടുത്ത് അടിക്കും, ഒന്നില്ലെങ്കിൽ എന്നെ പിച്ചും. അതായത് ഉപദ്രവിക്കുന്നു കുട്ടികൾ. അപ്പം ഇതെങ്ങനെ മാറ്റും? പക്ഷെ അവൻ അച്ഛനോട് കുഴപ്പമില്ല, ബാക്കി വീട്ടിലുള്ള മെമ്പേഴ്സിനോട് കുഴപ്പമില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പം കുഴപ്പമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു 8 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊരു ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ ഹോർമോൺ ചേഞ്ച് സത്യത്തിൽ ഉണ്ടാവുമ്പം അവരുടെ മൈൻഡിൽ ഒരു ഒരു ഈഗോ ഡെവലപ്പ് ചെയ്യും. ഈഗോ എന്ന് നമ്മൾ പറയുന്നത് അഹങ്കാരമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഈഗോ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഉപദേശം ഒരു തവണ കുട്ടി കേൾക്കും, രണ്ടാമത്തെ തവണ അതേ ഉപദേശം കൊടുക്കുമ്പോൾ അവൻ ഇറിറ്റേറ്റഡ് ആവും, ഇതെന്തിനാ പറയുന്നത് എന്നുള്ളൊരു തോന്നൽ വരും. അതേ കാര്യം മൂന്നാമത്തെ തവണ പറയുമ്പോഴത്തേക്കും അവൻ അത് ചെയ്യാനായിട്ടുള്ളൊരു ഒരു അവന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവൻ ചെയ്യാതിരിക്കും. നാലാമതും നമ്മൾ അതേ ഉപദേശം തന്നെ കൊടുത്തു എങ്കിൽ സ്വാഭാവികമായിട്ടും ആ പറയുന്ന ആളോടായിരിക്കും ദേഷ്യം വരിക. പറയാൻ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യത്തോടല്ല ദേഷ്യം വരിക, ഇന്നയാൾ പറഞ്ഞുകൊണ്ടും ഞാൻ ചെയ്യൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും വീടുകളിൽ അമ്മമാരാണ് ഈ ഒരു സ്റ്റേജിലൂടെ പോകുന്നത്. അച്ഛൻ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയും, പിന്നെ അത് വിടും, ചെയ്താൽ ചെയ്യട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും മിക്കവാറും ഒരു മെജോറിറ്റി ഓഫ് എന്താ പറയുക അച്ഛന്മാരും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരേ കാര്യം പലതവണ പറയേണ്ടി വരുന്ന അമ്മമാർക്കാണ് സാഹചര്യം കൊണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയോടാണ് കൂടുതലും ദേഷ്യം കുട്ടിക്ക് തോന്നാൻ സാധ്യത. അപ്പോൾ ഇതിൽ പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു പ്രായം കഴിഞ്ഞാൽ അവനോടുള്ള ഉപദേശത്തിൻ്റെ തോത് കുറയ്ക്കുക. നീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നതിന് പകരം ഇവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന കാര്യം പ്രൈസിങ് ആണ്. അവർ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞു നോക്കുക. സ്വാഭാവികമായിട്ടും അവൻ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെത്താനെ ചെയ്തു വരും. അല്ലെങ്കിൽ നമുക്ക് അവനെക്കൊണ്ട് എന്താണോ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശമുള്ളത് അത് തന്നെത്താനെ ചെയ്യും. നമ്മൾ അതിന് പകരം ചെയ്യുന്നത് അവൻ്റെ ആ നെഗറ്റീവായിട്ടുള്ളത്, അല്ലെങ്കിൽ അവനെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്നില്ല, നീ എല്ലാ ദിവസവും താമസിച്ചാണല്ലോ എഴുന്നേൽക്കുന്നത്, നാളെയെങ്കിലും ഒന്ന് നേരത്തെ എഴുന്നേൽക്കുമോ? ഇപ്പോഴും അവൻ്റെ മനസ്സിലൊരു ഫെയില്യൂറായിട്ട് അത് കാണുക. ഇത് 3 തവണ കേൾക്കുന്ന കുട്ടി ഒരിക്കലും നേരത്തെ എഴുന്നേൽക്കാൻ പോണില്ല. അതേസമയം അവനൊരു 6:30-ക്ക് എഴുന്നേൽക്കുന്ന, അല്ലെങ്കിൽ 7:30-ക്ക് എഴുന്നേൽക്കുന്ന കുട്ടി ഒരു ദിവസം 7 മണിക്ക് എഴുന്നേറ്റാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പിറ്റേ ദിവസം അവൻ 6:30-ക്ക് എഴുന്നേൽക്കും. ഈ അപ്രിസിയേഷൻ കുറയുകയും ഉപദേശം കൂടുകയും ചെയ്യുമ്പോഴാണ് മിക്കവാറും കുട്ടികൾ ആ ആൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ചെയ്യാതിരിക്കാൻ നോക്കുന്നതും ആ ആളെ ഉപദ്രവിക്കുന്നതും. അപ്പോൾ അതിന് പകരം കുട്ടിയെ അപ്രിഷിയേറ്റ് ചെയ്യാനും അവൻ്റെ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാനും ശ്രമിച്ചാൽ ഇതൊരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്.